തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന ചിത്രത്തിൽ വിനീത് ശ്രീനിവാസൻ ചെയ്ത രവി പത്മനാഭൻ എന്ന കഥാപാത്രത്തിനായി ആദ്യം പരിഗണിച്ചിരുന്നത് തന്നെയായിരുന്നുവെന്ന് നടൻ സൈജു കുറുപ്പ് തിരക്കഥാകൃത്ത് വന്നു പറഞ്ഞപ്പോൾ തൻ്റെ പോസ്റ്റർ കണ്ടാൽ സിനിമയ്ക്ക് ആള് കയറുമോ എന്ന സംശയത്തിൽ അദ്ദേഹത്തെ മടക്കി അയക്കുകയായിരുന്നുവെന്നും സൈജു പറഞ്ഞു. ഫെഫ്കയുടെ ഷോർട്ട് ഫിലിം മത്സരത്തിൻ്റെ സമ്മാനദാന ചടങ്ങിൽ പങ്കെടുത്തു സംസാരിക്കുകയായിരുന്നു താരം. ആട് 2-ന്റെ ഷൂട്ട് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഒരാൾ എന്നെ വന്ന് കണ്ടു പരിചയപ്പെട്ടു. സിനിമകളെപ്പറ്റി സംസാരിച്ചിരിക്കവേ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ചെയ്ത ഒരു ഷോർട്ട് ഫിലിം ഒന്ന് കണ്ടു നോക്കണേ എന്ന് പറഞ്ഞ് അതിൻ്റെ ലിങ്ക് അയച്ചു തന്നു. ഞാൻ അത് കണ്ടപ്പോൾ എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ അയാളെ വിളിച്ച് അതിൻ്റെ എഴുത്തുകാരൻ്റെയും സംവിധായകൻ്റെയും നമ്പർ വാങ്ങി. ആദ്യം സംവിധായകനെ വിളിച്ച് ഷോർട്ട് ഫിലിം കണ്ടു, ഇഷ്ടമായി എന്ന് പറഞ്ഞു. പിന്നീട് അതിൻ്റെ എഴുത്തുകാരനെ വിളിച്ച് സംസാരിച്ചു. അയാൾ നന്നായി സംസാരിക്കുന്ന ആളായിരുന്നു. പിന്നീട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം എന്നോട് അദ്ദേഹം ഒരു കഥ പറഞ്ഞു. +2 പഠിക്കുന്ന കുട്ടികളുടെ കഥയായിരുന്നു അത്. പ്രധാന കഥാപാത്രം ഒരു പുതുമുഖ താരമായിരുന്നു. ചിത്രത്തിലെ മറ്റൊരു പ്രധാന കഥാപാത്രമായ മാഷിൻ്റെ വേഷം ചെയ്യാമോ എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു പുതുമുഖമായ പയ്യനെയും സൈജു കുറുപ്പിനെയും പോസ്റ്ററിൽ കണ്ടാൽ ആളുകൾ കയറുമോ എന്ന് ചിന്തിക്കുക. വേറെ ആരും കഥ കേട്ട് ഓക്കെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചെയ്യാം. എനിക്ക് ഡേറ്റ് ഉണ്ടായിരുന്നിട്ടും ആ സിനിമ ചെയ്യാത്തത് നന്നായെന്ന് പിന്നീട് തണ്ണീർമത്തൻ ദിനങ്ങൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ആ സിനിമയുടെ സംവിധായകനാണ് ഗിരീഷ് AD. എന്നോട് കഥ പറഞ്ഞത് ആ സിനിമയുടെ തിരക്കഥാകൃത്ത് ഡിനോയ് പൗലോസ് ആണ്. വിനീത് ശ്രീനിവാസൻ ഗംഭീരമായിട്ടാണ് രവി മാഷ് എന്ന ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്, സൈജു കുറുപ്പ് പറഞ്ഞു.